വൈകിട്ട് 7:30 കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അസം സ്വദേശിയായിട്ടുള്ള പ്രസന്നജിത്താണ് ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിലങ്ങുകളോടെ ചാടിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രസന്നജിത്തിനെ രാവിലെ, അതായത് ഇന്ന് പുലർച്ചെ ബാംഗ്ലൂരിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. 4 മാസം മുമ്പ് ഇത്തരത്തിൽ ഈ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ പ്രസന്നജിത്തിൻ്റെ പേരിൽ കേസുണ്ടായിരുന്നു. പോലീസുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ രീതിയിൽ തെരച്ചിൽ നടത്തുകൊണ്ടിരുന്നു. ആ ഘട്ടത്തിലാണ് ബാംഗ്ലൂരിൽ നിന്ന് പ്രസന്നജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്ന് പുലർച്ചയോടെ പ്രസന്നജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് കോഴിക്കോടേക്ക് കൊണ്ടുവന്നു. പിന്നീട് മെഡിക്കൽ പരിശോധനയൊക്കെ നടത്തി അതിൻ്റെ പോലീസ് സ്റ്റേഷൻ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ പ്രസന്നജിത്ത് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് വൈകിട്ട് ഫറൂഖിൽ BJPയുടെ ഒരു പരിപാടി ഉണ്ടായത്. ആ ഘട്ടത്തിൽ കൂടുതൽ പോലീസുകാർ അങ്ങോട്ടേക്ക് പോയി. ആ പോലീസ് സ്റ്റേഷനിൽ കൂടുതൽ പോലീസുകാരില്ലാത്ത സാഹചര്യം നോക്കിയിട്ടാണ് ഇത്തരത്തിൽ പ്രസന്നജിത്ത് ഈ കൈവിലങ്ങോടെ ഈ സ്റ്റേഷനിൽ ചാടുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതായത് ഈ സ്റ്റേഷൻ മുൻവശത്തൂടെ ചാടി പോലീസ് സ്റ്റേഷൻ പിറകുവശത്തൂടെയായിരുന്നു ഈ പ്രസന്നജിത്ത് പോകുന്നൊരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ ആ പോലീസ് സ്റ്റേഷൻ ബാക്കിലുണ്ടായിരുന്ന കുട്ടികളിൽ ചിലർ ഇത്തരത്തിൽ പ്രസന്നജിത്തിനെ കാണുകയും ചെയ്തു. പിന്നീട് പോലീസുകാർ എത്തി ഈ പോലീസ് സ്റ്റേഷൻ്റെ പിറകുവശമൊക്കെ തിരച്ചിൽ നടത്തിയെങ്കിൽ കാണാൻ കഴിയില്ല. ഈ പോലീസ് സ്റ്റേഷൻ്റെ ഏകദേശം 300-400 ചുറ്റളവിൽ ജനവാസ മേഖലയിൽ. അതുകൊണ്ട് തന്നെ പോലീസ് പ്രതീക്ഷിക്കുന്നത് പ്രതി ഇത്തരത്തിൽ, അതായത് കൂടുതൽ ദൂരത്തേക്ക് പോകാനുള്ള സാധ്യതയില്ലെന്നാണ് പോലീസൊക്കെ പ്രതീക്ഷിക്കുന്നത്.